ഒരു ചെറിയ സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് താങ്കളുടെ അടുത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം മഹാഭാരതം, അതിൽ വളരെ ധർമ്മിഷ്ഠരും നീതിമാന്മാരും അതുപോലെ തന്നെ ന്യായത്തിന് വേണ്ടിയിട്ടും ധർമ്മത്തിന് വേണ്ടിയിട്ടൊക്കെ പൊരുതിയവരൊന്നും നമ്മൾ പറയുന്ന ഭീഷ്മർ, ദ്രോണർ, അതുപോലെ തന്നെ വിതുരർ, ഇതുപോലുള്ള മഹാന്മാരൊക്കെ യുദ്ധസമയത്ത്, കുരുക്ഷേത്ര യുദ്ധസമയത്ത് കൗരവപക്ഷത്തായിരുന്നു നിലയുറപ്പിച്ചിരുന്നത്. അതിനർത്ഥം കൗരവപക്ഷത്താണ് ധർമ്മം എന്നല്ലേ എന്നൊരു സംശയം തോന്നുകയാണ്. താങ്കൾ അതിനെപ്പറ്റി ഒന്ന് ചുരുക്കി വിവരിച്ചാൽ നന്നായിരുന്നു. ഇത് മഹാഭാരത കാലഘട്ടത്തിൽ തുടങ്ങിയിട്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ഓപ്പോസിറ്റ്, അതായത് ഈ നെഗറ്റീവ് വിഭാഗമായിട്ടുള്ള, അതായത് അധർമ്മത്തിൻ്റെ പക്ഷത്ത് നിലയുറപ്പിച്ച വിഭാഗത്തിനെ വെള്ളപൂശിക്കൊണ്ട് അവരെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഓരോ അഭിപ്രായങ്ങളും ഓരോ കാലഘട്ടത്തിലും, ഞാൻ പറഞ്ഞല്ലോ മഹാഭാരത കാലഘട്ടത്തിൽ പോലും പലരും ദുര്യോധനനെ വർണ്ണിക്കുന്നുണ്ട്, കർണനെ വർണ്ണിക്കുന്നുണ്ട്, കർണൻ്റെ ദാനധർമ്മങ്ങൾ, കർണൻ ഇതേപോലുള്ള അവസ്ഥ തന്നെയാണ് ഭീഷ്മർ. പക്ഷേ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, കർണൻ മഹാൻ തന്നെയായിരുന്നു. ഇവർക്കെല്ലാം ഉള്ള കുഴപ്പം എന്താന്ന് പറയുകയാണെങ്കിൽ ദുര്യോധനോടുള്ള കൂറാണ്. ദുര്യോധനൻ ഒരു ആപൽഘട്ടത്തിൽ കർണനെ സഹായിക്കുന്നു. അപമാനിതനായി ആയുധ പരീക്ഷാ ദിനത്തിൽ തിരിച്ചു പോകേണ്ടി വരുന്ന സന്ദർഭത്തിൽ അംഗരാജാവാക്കി അദ്ദേഹത്തെ അഭിഷേകം ചെയ്തുകൊണ്ട് എന്താണ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള കർണൻ്റെ യോഗ്യത എന്നുള്ള ചോദ്യശരങ്ങൾ വരുന്ന സമയത്ത് തല താണുപോയ കർണന് മുമ്പിൽ ആ തല ഉയർത്തിപ്പിടിക്കാൻ പ്രേരണ നൽകിയതും അദ്ദേഹത്തെ അങ്ങനെ ഒരു സ്ഥാനം കൊടുത്തിട്ട്, അംഗരാജ്യം കൊടുത്തിട്ട് അദ്ദേഹത്തെ വാഴിച്ചതും ദുര്യോധനാണ്. ഒരിക്കലും നമുക്ക് ദുര്യോധന ആ സമയത്ത് പാണ്ഡവരോടുള്ള വിദ്വേഷം കൊണ്ടാണ് അദ്ദേഹം ചെയ്തതെങ്കിലും ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരാൾ കടപ്പെട്ട് ഇരിക്കുന്ന സന്ദർഭം എന്ന് പറയുകയാണെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ തല ഒലിക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാവുക. ആ അവസ്ഥയ്ക്ക് മുമ്പിൽ തൻ്റെ സ്വത്വത്തോടും ജനിച്ച വംശത്തോടും ഒക്കെയുള്ള ഒരു അസ്പൃശ്യ മനോഭാവം ബാക്കിയുള്ളവർക്ക് തോന്നാൻ തക്കവണ്ണമുള്ള ഒരു പരിസരത്തിൽ അങ്ങനെ ഒരു സ്ഥിതി സംജാതമാവുന്ന സമയത്ത് അവരെ കൈപിടിച്ചുയർത്തി അവർക്ക് യോഗ്യമായിട്ടുള്ള സിംഹാസനത്തിൽ അവരെ അവരോധിതമാക്കുവാൻ ആര് ശ്രമിക്കുന്നുവോ അവരോടുള്ള കടപ്പാട് അത് നീതിനിഷ്ഠയ്ക്കും ധർമ്മചിന്തയ്ക്കും ഉപരിയാണെന്നുള്ള ഒരു വിളംബരമാണ് കർണൻ്റെ പാത്രഘടനയിലൂടെ വ്യാസൻ നമുക്ക് കാണിച്ചു തരുന്നത്. അതേപോലെ തന്നെ മഹാഭാരതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ കഥാപാത്രങ്ങളിൽ ഒരാളാണ് ഭീഷ്മർ. ഭീഷ്മർ സ്വന്തം പിതാവിന് വേണ്ടി വിവാഹം ഇഷ്ടപ്പെട്ട സ്ത്രീയെ, സത്യവതിയെ കൊണ്ടുവന്നു. അവിടെ സത്യവതിക്ക് ജനിക്കേണ്ട മകൻ ആണ് രാജാവ് ആകേണ്ടത് എന്നുള്ള ചിന്ത സത്യവതിക്കുണ്ടാവും. പക്ഷേ ഭീഷ്മർ അതിനെതിരെ എന്താണ് ഒരു കിറാമുട്ടിയ ഭീഷ്മർ എന്ന കഥാപാത്രം ഇരിക്കുകയാണ് സത്യവതിയുടെ മുമ്പ്. അപ്പോൾ അങ്ങനെ ചിന്ത ഇവർക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഭീഷ്മർ എന്ത് ചെയ്തു, ഭീഷ്മമായ ശപഥം ചെയ്തു. അങ്ങനെയാണ് ദേവവ്രതൻ എന്തായത് ഭീഷ്മരെ മാറുന്നത്. ഞാൻ വിവാഹം കഴിക്കില്ല എന്നുള്ളൊരു ശബ്ദമാണ് അദ്ദേഹം ചെയ്തത്. അത് ജീവിതകാലം മുഴുവൻ ആ ഒരു സത്യധർമ്മചിന്തകളിലൂടെ പാണ്ഡവന്മാരെയും കൗരവന്മാരെയും ഒരേമാതിരി സ്നേഹിച്ചുകൊണ്ട് വളർത്തി വലുതാക്കി പിതാമഹനായി, പാണ്ഡവരുടെ കണ്ണിലുണ്ണിയായി, പാണ്ഡവരെ കണ്ണിലുണ്ണി പോലെ അദ്ദേഹം സ്നേഹിച്ചു, കൗരവരെ പോലെ തന്നെ. പക്ഷേ ജന്മനാൽ ജനറ്റിക്കായിട്ടുള്ള ധർമ്മബോധങ്ങൾ പാണ്ഡവർക്കും ജനറ്റിക്കായിട്ടുള്ള അധർമ്മചിന്തകൾ കൗരവർക്കും ഉള്ളത് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ എന്തുകൊണ്ട് കൗരവപക്ഷത്തിൽ നിന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ കൗരവർ ധൃതരാഷ്ട്രൻ്റെ മകനായിട്ടുള്ള ദുര്യോധനൻ രാജാവായി അവിടെ സ്ഥാനം അലങ്കരിച്ച് നിൽക്കുകയാണ്. ദുര്യോധനൻ്റെ അധീനതയിലാണ് രാജ്യം. അപ്പോൾ പാണ്ഡവർക്ക് അർഹതപ്പെട്ട രാജ്യം ദുര്യോധനൻ കൊടുക്കുന്നുമില്ല. അപ്പോൾ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ രാജ്യം ആരാണോ ഭരിക്കുന്നത് അവരവിടെ നിൽക്കുക, അല്ലെങ്കിൽ തങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, ആരുടെ കൃപാകടാക്ഷം കൊണ്ടാണ് തങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്, അന്നത്തെ ആ വ്യവസ്ഥയിൽ അങ്ങനെയുള്ളവരോട് കടപ്പെട്ടിരിക്കുക എന്നുള്ളതാണ് ഭീഷ്മർ കാണിച്ചത്, ദ്രോണർ കാണിച്ചത് തന്നെയാണ്. പക്ഷെ ഇവരെല്ലാം മാനസികമായിട്ട് പാണ്ഡവരോട് ഐക്യപ്പെടുന്ന ആൾക്കാരായിരുന്നു. ഭീഷ്മർ ഇത്രയും വലിയൊരു നീചപ്രവർത്തി, അടുത്ത കർണൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇത്രയും വലിയൊരു നീചപ്രവർത്തി കൗരവ സദസ്സിൽ വെച്ച് പാഞ്ചാലിയോട് കൗരവർ കാണിക്കുമ്പോൾ ദുശാസനനെ ആ ജോലി ഏൽപ്പിച്ചുകൊണ്ട് രജസ്വലയായിട്ടുള്ള പാഞ്ചാലിയെ വിവസ്ത്രയാക്കുന്ന സമയത്ത് താന്നിരിക്കുകയാണ്. ഭീഷ്മരുടെ മുഖം താണു, തല താണു, ദ്രോണരുടേതാണു. അവിടെ ധർമ്മചിന്ത ആർക്കൊക്കെയുണ്ട്, ധൃതരാഷ്ട്രത്തിൻ്റെ കണ്ണ് കാണാൻ പറ്റില്ലല്ലോ. അനീതിയാണെന്ന് പേരിന് വേണ്ടി പറഞ്ഞു വെക്കുന്നത് ചെയ്യരുതുള്ളി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടിയിട്ട്, ഭീഷ്മരും പറയുന്നുണ്ടെങ്കിലും കൂടിയിട്ട്, എല്ലാവരും ദ്രോണരൊക്കെ പറയുന്നുണ്ട്. അവിടെ ശകുനിയും ദുര്യോധനും ദുശാസനും കർണനുമൊക്കെ ഏക അഭിപ്രായക്കാരായിരുന്നു പാഞ്ചാലിയെ അവമാനിക്കണം, ഇത് പാണ്ഡവരോടുള്ള നമ്മളെ വെല്ലുവിളി വന്ന് പാണ്ഡവരോട് നമ്മുടെ കർത്തവ്യമാണ് ഈ അനീതി
അവർക്ക് അനീതിയാണ് ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ പാണ്ഡവരോടുള്ള എന്ത് കാര്യം ചെയ്യുന്ന സമയത്ത് എതിരെ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും അവർക്കത് ഏറ്റവും ഉദാത്തമായൊരു പ്രവൃത്തിയായിട്ടാണ് അവരത് കാണുന്നത്. അപ്പോൾ ആ സമയത്ത് ഭീഷ്മർ എന്താ ചെയ്തത്? പ്രതികരിക്കാതിരുന്നു. അദ്ദേഹം ഒരക്ഷരം വേണ്ടിയില്ല. ആ സമയത്ത് ഭീഷ്മർക്ക് ഒന്ന് എഴുന്നേറ്റ് എന്നിട്ട് ഇത് ചെയ്യാൻ പാടില്ല, ഇതിനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനുള്ള വിൽ പവർ ഉണ്ടായിരുന്നു, ആജ്ഞാശക്തി ഉണ്ടായിരുന്നു, മാൻ പവർ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അതൊന്നും ചെയ്യാതെ തന്നിൽ നിക്ഷിപ്തമായ ആ ഒരു അടിമബോധം, രാജാവിന് കടപ്പെട്ടവരാണ് ഞങ്ങളെന്നുള്ള ആ ഒരു ബോധത്താൽ തല കുലിച്ചിരുന്നതുകൊണ്ട് എന്തുണ്ടായി? മഹാഭാരത യുദ്ധത്തിൻ്റെ വിത്ത് അവിടെ നിന്നും പാകപ്പെടെ ഇതിനു മുമ്പേ പാകിയുണ്ട്. കാരണം പിൽക്കാലത്ത് പിന്നെ അതിനു മുമ്പേ രാജസൂയയാഗം നടക്കുന്ന സമയത്ത് പാണ്ഡവന്മാർ രാജസൂയ നടക്കുന്ന സമയത്ത് അതിഥിയെ വന്ന ദുര്യോധനൻ പാണ്ഡവർക്ക് സൃഷ്ടിച്ചു കൊടുത്ത മേനെ സൃഷ്ടിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു പ്രത്യേക പ്രതലത്തിൽ വെള്ളമാണെന്ന് കരുതി തുണി ഒക്കി നടന്നതും വെള്ളമില്ലാതെ കരുതി തുണി താത്തി നടന്ന സമയത്തൊക്കെ അബദ്ധങ്ങൾ പണഞ്ഞു പോകുന്ന സമയത്ത് വട്ടപ്പാവിലിരുന്നുകൊണ്ട് ഒരു മനോഹരിയായുള്ള സ്ത്രീ ചിരിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീയാണ് പാഞ്ചാലി. അവിടെ ആ ചിരിയാണ് ദുര്യോധനൻ്റെ മനസ്സിൽ ആദ്യമായിട്ടുള്ള വിദ്വേഷം ഇവരോട് വരുന്നത്. ഇതിനു മുമ്പ് ഉണ്ടെങ്കിലും കൂടിയിട്ട് ഒരു സ്ത്രീയാൽ പരിഹസിക്കപ്പെടുക എന്ന് പറഞ്ഞത് ചിന്തകൾക്ക് അപ്പുറത്തായിരുന്നു ദുര്യോധനൻ. അന്ന് തുടങ്ങി ഇപ്പോഴിതാ എല്ലാ വെറികളും എല്ലാത്തിൻ്റെയും ആകത്തുകയായിട്ട് ഒരു സ്ത്രീയെ വ്യവസ്ഥയാക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊക്കെ ഭീഷ്മർക്ക് വേണമെങ്കിൽ തടയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു പാരമ്പര്യം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ടും, നേരത്തെ പറഞ്ഞ ഒരു മനുഷ്യനിർമ്മിതത്തിൽ അപ്പുറത്തേക്കുള്ള ഒരു പവറുള്ള മനുഷ്യനായിരുന്നു ഭീഷ്മർ. പക്ഷെ അദ്ദേഹം ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് മഹാഭാരതത്തിൻ്റെ യുദ്ധത്തിൻ്റെ കാഹളം ദൂരെ നിന്നും മുഴങ്ങുവാനുള്ളൊരു കാരണം ഭീഷ്മരുടെയും മൗനത്തിനും ഒരു പങ്കുണ്ടെന്നാണ് പറയുന്നത്. കാരണം പറയേണ്ട സമയത്ത് അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ല. അന്നാ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മഹാഭാരത യുദ്ധം പക്ഷേ വഴിക്ക് വേറെ പോയി പോകുമായിരുന്നു. പക്ഷെ വിധിയതല്ല. കൃഷ്ണൻ അറിയില്ലായിരുന്നു യുദ്ധം നടക്കുന്നു. പക്ഷെ കൃഷ്ണൻ തന്നെ നിക്ഷിപ്തമായ ജോലി വളരെ ഭംഗിയായി ചെയ്തു. അദ്ദേഹം യുദ്ധ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവത് ദൂതുമായി പോയി അവിടെ നിന്ന് പറയാനുള്ള കാര്യം പരമാവധി കാണും. ഒരു സൂചി കുത്താനുള്ള സ്ഥലം പോലും ദുര്യോധനോട് പറയിപ്പിച്ചതിന് ശേഷം മാത്രമാണ് കൃഷ്ണൻ എന്ത് ചെയ്തത്? യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. കൃഷ്ണൻ്റെ തേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു 100 കുതിരകളെങ്കിലും പൂട്ടിയ തേരിലാണ് കൃഷ്ണൻ സഞ്ചരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ രാവിലെ ഫോട്ടോസിലൊക്കെ ഭഗവത്ഗീതയ്ക്ക് പോയി 6 7 കുതിരകളല്ലേ. കൃഷ്ണൻ്റെ തേര് 100 കുതിരകളുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഭൃത്യന്മാരുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ദേശീയ കണ്ടീഷൻ വിഭാവനം ചെയ്യുന്ന പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. രാമച്ച വിശരീയമായി കൊണ്ടുള്ള ചില സംവിധാനങ്ങൾ അന്നത്തെ ആചാര്യന്മാർ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു തേര് വരെ സജ്ജീകരിച്ചിട്ടാണ് കൃഷ്ണൻ ഉണ്ടാവുന്നത്. അർജുൻ്റെ സാരഥിയായിട്ട് പാർത്ഥസാരഥിയായിട്ട് അദ്ദേഹം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ പറഞ്ഞുകൊണ്ടുവരുന്ന കാര്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ മഹാന്മാരായിട്ടുള്ള പല ആൾക്കാരും കൂറുകൊണ്ടും കടപ്പാട് കൊണ്ടും പ്രതികരിക്കാതിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഇവിടെ അധർമ്മം അതിൻ്റെതായ രീതിയിൽ സംഹാരതാണ്ഡവമാടുന്നത്. പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും എന്നുള്ള സന്ദേശമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ മൂർത്തരൂപമാണ് ഭീഷ്മർ.